ചുരിദാർ മെറ്റീരിയൽസിന്റെ പ്രീമിയം കളക്ഷൻ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ആദ്യത്തേത് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. കോട്ടണിൽ ഒരു ഹക്കോബ പ്രിന്റ് ആണ് ഈ മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെ വരും. ഹക്കോബയുടെ ഒരു വർക്ക്, ഹക്കോബയുടെ വർക്കാണ് വരുന്നത് മെറ്റീരിയലിൽ. ഇങ്ങനെ വരുന്നത്. ഇതിന്റെ ഫുള്ള് ഇങ്ങനെ തന്നെയാണ്, ഫ്രണ്ടും ബാക്കും ഇങ്ങനെ തന്നെ, ഈ വർക്ക് ഇങ്ങനെ തന്നെ വരും. ബാക്ക് ഇങ്ങനെ വരുന്ന 47 ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഇതിന്. നല്ല 46, 47 ഒക്കെ വേണ്ടവർക്ക് തയ്ക്കാൻ നല്ല വീതിയുണ്ട്. നല്ല ഇങ്ങനെ ഇതിന് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ് മുകളിൽ ഇങ്ങനെ. ഇതിന്റെ ബോട്ടം വരുന്നത് കോട്ടൺ തന്നെയാണ്. ഇതിങ്ങനെ ഒരു പ്രിന്റ് വരുന്ന കോട്ടൺ, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത്. ഇതിന്റെ ഷോള് ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. ജോർജറ്റിൽ ഇതിന്റെ സൈഡിൽ ഒരു ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലേസിന്റെ ഇങ്ങനെ ഷോള് വരുന്നത്. ഇത് 4 സൈഡിലും ഉണ്ട് ഈ ലേസ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ലേസ് ഇങ്ങനെ വരുന്നത്. നല്ല നീളവും വീതിയുള്ള ജോർജറ്റിന്റെ ഷോളാണ് വരുന്നത്. ഇങ്ങനെ വരും. അടുത്തത് വരുന്നത് ഇതാണ്. ഒരു ആഷും ബ്ലൂവും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ്. ബ്ലൂ ആണ് ഇതിന്റെ മെയിൻ കളർ. ബ്ലൂവിൽ ഒരു ആഷ് കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. ആദ്യത്തേതുപോലെ തന്നെ സെയിം പ്രിന്റും സെയിം ഹക്കോബയുടെ വർക്കും വരുന്ന അത്. ഫ്രണ്ടും ബാക്കും എല്ലാം സെയിം ഡിസൈൻ തന്നെയാണ്. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്, സോഫ്റ്റ് കോട്ടൺ. ഷോള് വരുന്നത് ജോർജറ്റ് തന്നെ, സൈഡിൽ ഒരു ലേസ് വർക്കൊക്കെ ആയിട്ട്. 3 കളർ ഷെയ്ഡുകളാണ് ഇതിനുള്ളത്. ഇതാണ് ഷോള് വരുന്നത്. പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ള, തയ്ച്ചിട്ടാലൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ പ്രൈസ് വരുന്നത് 1850 രൂപയാണ്. പ്രീമിയം കോട്ടണിലാണ് വരുന്നത്. 1850 രൂപ. ഇതിലേതെങ്കിലും ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ മതി. അടുത്ത സെറ്റ് വരുന്നത് ടസറിലാണ് വരുന്നത്. മഡ്ഗ ടസറിൽ വരുന്ന ആ ഒരു സെറ്റ് ചുരിദാർ മെറ്റീരിയലാണ് കാണിക്കുന്നത്. ഇത് ആദ്യത്തേത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ഇങ്ങനെ ഒരു സ്ട്രൈപ്സിന്റെ പാറ്റേൺ ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വേണമെങ്കിൽ ചെയ്ത് ഈ ഓഫ് പോർഷൻ വേണമെങ്കിൽ ഈ ഡിസൈൻ കൊടുക്കാൻ പറ്റും. ഈ സ്ട്രൈപ്സിന്റെ ഡിസൈൻ കൊടുക്കാം. അതല്ലാതെ താഴോട്ട് മതി എന്നുള്ള ഹെമ്മേരിയയിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇതിങ്ങനെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ നെക്കിൽ ഒരു പൈപ്പിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പാച്ചോ എല്ലാം കൊടുത്താലും ഭംഗിയായിരിക്കും. ഈ താഴോട്ട് ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ. ഇതിന്റെ ബോട്ടം വരുന്നത് സാൻഡൂൺ ഫാബ്രിക്കിൽ സെയിം കളർ ബ്ലാക്ക് തന്നെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. ഇത് ഷോള് ടസർ തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് തന്നെ. ബ്ലാക്കിൽ ഇതിന്റെ 2 സൈഡിലായിട്ട്, 2 സൈഡിലും താഴെ 2 ബോട്ടം ഭാഗത്താണ് ഇതിന്റെ ഈ സ്ട്രൈപ്സ് വന്നിരിക്കുന്നത്. വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഡിസൈനോ വർക്കുകളോ ഒന്നുമില്ല. പക്ഷെ നല്ല ഭംഗിയായിരിക്കും. ഇത് തയ്ച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിന് നല്ല ഭംഗിയായിരിക്കും കാണാനൊക്കെ. അടുത്തത് വരുന്നത് ബ്രിക്കിന്റെ ഒരു കളർ ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നത്. സെയിം ഇതിന്റെ യോക്ക് പോർഷൻ വരുമ്പം ഇങ്ങനെ വരുന്നത്. നല്ല നീളമുണ്ട്. 47, 48 ഇഞ്ച് ലെങ്ത് ഇതിൽ തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇതിന്റെയും ബോട്ടം വരുമ്പോൾ സാൻഡൂൺ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ വരും. ഇതിന്റെ ഷോള് വരുന്നത് സെയിം കളറിൽ തന്നെ. ഇങ്ങനെ ഇതിന്റെ ഈ ഷോളിന്റെ താഴെയായിട്ട് ടാസൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ടസർ തന്നെയാണ് ഇത് വരുന്നത്. അങ്ങനെ വരും. ഈ ടസർ മെറ്റീരിയൽസിന്റെ വില വരുന്നത് 2050 രൂപയാണ്.
ഇതിലേതെങ്കിലും ഈ 2 സെറ്റ് മെറ്റീരിയൽ കാണിച്ചതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ സെൻഡ് ചെയ്യുക. ആദ്യത്തെ സെറ്റ് പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. കോട്ടണിൽ ഹക്കോബയാണ് വരുന്നത്. കോട്ടൺ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കെയർ ചെയ്യണം, നല്ലതായിട്ട് കെയർ ചെയ്യണം. കാരണം എത്ര വിലയുള്ള കോട്ടൺ മെറ്റീരിയൽസ് വാങ്ങിച്ചാലും അതിന് കഴുകുമ്പം നമുക്ക് ചിലപ്പോൾ കളർ ലീക്കേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കളർ ഗാർഡ് യൂസ് ചെയ്യുക. 120 രൂപ ഉള്ളൂ ഒരു ചെറിയ ബോട്ടിൽ കളർ ഗാർഡ് വാങ്ങിച്ചാൽ ആ കളർ ഗാർഡ് യൂസ് ചെയ്ത് മാത്രമേ കോട്ടൺ മെറ്റീരിയൽസ് വാഷ് ചെയ്യാൻ പാടുള്ളൂ. അത് മെഷീൻ വാഷോ അല്ലെങ്കിൽ സോപ്പിലിട്ട് വാഷ് ചെയ്യുകയോ ചെയ്യരുത്. നന്നായിട്ട് കെയർ ചെയ്ത് തന്നെ. അത് എല്ലാവർക്കും കോട്ടൺ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പിന്നെ ഈ കോട്ടൺ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അത് കഴുകി കഴിഞ്ഞിട്ട് കളർ പോയി എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈൻറ്റ് പറയരുതാരും. കാരണം കോട്ടൺ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്തേ വാഷ് ചെയ്യാവുള്ളൂ. കാരണം ഇതിനു മുമ്പ് കോട്ടൺ മെറ്റീരിയൽ വാങ്ങിച്ചവർ കളർ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം കളർ പോയാൽ ഒരിക്കലും നമ്മൾ തിരിച്ചെടുക്കത്തില്ല. കാരണം റീഫണ്ട് ചെയ്യുവോ ചെയ്യത്തില്ല. വേറൊന്നും കൊണ്ടല്ല, അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇതിന് കളർ പോകുന്നത്. കോട്ടൺ മെറ്റീരിയൽസിന്റെ കളർ എപ്പോഴായാലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. അത് കളർ പോവില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ പോളിസ്റ്റർ മിക്സോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കളർ പോവില്ലായിരിക്കും. പക്ഷെ പ്യുവർ കോട്ടൺ ആണെങ്കിൽ കളർ എന്തായാലും ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കളർ ഗാർഡ് യൂസ് ചെയ്യുക. കോട്ടൺ മെറ്റീരിയൽസ് വാങ്ങി അത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളർ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. റീഫണ്ട് ചെയ്യാനോ തിരിച്ചെടുക്കാനോ പറ്റത്തില്ല. അതിനു മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഈ സാധനം കിട്ടുമ്പോൾ ഈ മെറ്റീരിയൽസിന് നിങ്ങൾ ഓർഡർ ചെയ്ത മെറ്റീരിയൽ അല്ല, അതിനെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഡാമേജ്, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനെന്തെങ്കിലും ഡാമേജ്, ഈ മെറ്റീരിയലിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ ഉറപ്പായിട്ടും അത് തിരിച്ചെടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരും. പക്ഷേ നിങ്ങൾ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴുകി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് കളർ ലീക്കേജ് ഉണ്ടായി എന്ന് പറയരുത്. കോട്ടണിന് കളർ ലീക്കേജ് ഉണ്ടായാൽ ഒരിക്കലും അത് നമ്മൾ തിരിച്ചെടുക്കത്തില്ല. നിങ്ങൾ കളർ ഗാർഡ് യൂസ് ചെയ്ത് തന്നെ വാഷ് ചെയ്യണം.